നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ ലൈനപ്പ് വന്നപ്പോൾ ഒരു കിടിലൻ ലൈനപ്പാണ്. ഒന്ന് ഫ്രാൻസിൻ്റെ എതിരാളികൾ സ്പെയിനാണ്, അർജൻറ്റീനയുടെ എതിരാളികളായിട്ട് ഇംഗ്ലണ്ട്. നമ്മോടൊപ്പം കളി വിലയിരുത്താൻ വേണ്ടി ഫുട്ബോൾ നിരീക്ഷകൻ ഷിയാബ് സാർ ഉണ്ട്. വെൽക്കം ഷിയാബ് സാർ. എന്താണ് ഈ ഒരു ലൈനപ്പ് കാണുമ്പോൾ എന്ത് വന്നു? അത്രയും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സെമി ഫൈനൽ ലൈനപ്പ് ഈയിടൊന്നും ഞാൻ വേൾഡ് കപ്പിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ഫ്രാൻസ്, സ്പെയിന്, ഇംഗ്ലണ്ട്, അർജൻറ്റീന. അതെ. ഓക്കെ, ഇതിൽ എന്താ പറയുക, ഫ്രാൻസ്, സ്പെയിൻ ഇതൊക്കെ ഈ നാല് ടീമുകളാണെന്നുണ്ടെങ്കിലും നമ്മൾ എങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോൾ ഫ്രാൻസ്, സ്പെയിൻ എന്ന് പറയുന്നതും റൈവൽറി റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇംഗ്ലണ്ട്, അർജൻറ്റീന നമ്മൾ പറയേണ്ട ആവശ്യമില്ല. വേൾഡ് കപ്പിലും അതേപോലെ തന്നെ മറ്റുള്ള മാച്ചുകളിലൊക്കെ, എസ്പെഷ്യലി വേൾഡ് കപ്പിൽ നമ്മൾ നിരവധിയായിട്ട് ഒരുപാട് മത്സരം കണ്ടു. അങ്ങനെ റൈവൽറി റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും നമ്മൾ ഈ ഫൈനലിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ഫാസിനേറ്റിംഗ് ആണ് സംഭവം എന്നുള്ളതാണ്. ഇപ്പോൾ ഫ്രാൻസ് കടന്നു, ഇപ്പുറത്ത് അർജൻറ്റീന കടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെന്തൊരു മത്സരം. അതേപോലെ സ്പെയിന് കടന്നു കഴിഞ്ഞ് സ്പെയിനും ഇംഗ്ലണ്ടും വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് നമ്മൾ ഫ്രാൻസ് കടന്ന് അതേപോലെ തന്നെ ഇപ്പുറത്ത് ഇംഗ്ലണ്ട് കടന്നു കഴിഞ്ഞാൽ എങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫൈനൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അപ്പം അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു എന്താ ഹെവി വെയ്റ്റ് രീതിയിലുള്ള ഒരു മാച്ചുകളാണ് ഇനി വരാൻ പോകുന്നത്, സെമി ഫൈനലും ഫൈനലും. എന്തായാലും ഫൈനൽ ബ്ലോക്ക് ബസ്റ്റർ ആവുന്നുള്ള കാര്യം ഉറപ്പായി. ഇതിൽ ഈ ടീമുകളുടെ ഫിഫ റാങ്കിങ്ങും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ? ടോപ്പ് ഫോറിൽ വരുന്ന ടീമുകൾ. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇത്രയും ബാലൻസ്ഡ് ആയിട്ടുള്ള. സാധാരണഗതിയിലൊക്കെ നമ്മളിപ്പോൾ റീസെൻ്റ്ലി വരുന്ന വേൾഡ് കപ്പുകളിലൊക്കെ ഏതെങ്കിലും ഒരു 1-2 ടീമുകളിലൊക്കെ ഏതെങ്കിലും റാങ്കിങ് കുറഞ്ഞ ഇങ്ങനെയെങ്കിലൊക്കെ കടന്നുകൂടുന്ന സെമി ഫൈനലിൽ എത്തുന്ന ടീമുകളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല. നമ്മൾ എങ്ങനെയാണോ നമ്മൾ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണോ ഫേവറേറ്റ്സുകൾ എങ്ങനെയാണോ നിർണ്ണയിക്കപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ബെറ്റുകൾ എങ്ങനെ ഉണ്ടായിരുന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ടീമുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തവണത്തെ സെമി ഫൈനലിൽ ഒരു പ്രത്യേകത അതാണ്. ഫിഫ റാങ്കിങ്ങിൽ ടോപ്പ് 4 നിൽക്കുന്ന ടീമുകൾ ഒരുമിച്ച് സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഇത് ആദ്യമാണെന്ന് പറയുന്നത്. കാരണം 1990 ശേഷമാണ് ഫിഫ റാങ്കിങ് വരുന്നത്. അവിടെ മുതൽ ചരിത്രം എന്ന് പറയുമ്പോൾ അവിടെ മുതൽ ഇങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ അതിൽ ഈ ടോപ്പ് 4 ടീമുകൾ ഒരുമിച്ച് സെമി ഫൈനലിൽ വരുന്നത് ഇത് ആദ്യമായിട്ടാണ്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് പോരാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. നമ്മൾ ഈ 2 പോരാട്ടങ്ങളും സെപ്പറേറ്റ് എടുത്തു നോക്കാം. ഇന്നും നാളെയും കളിയില്ല. അടുത്ത കളി വരുന്നത് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ബുധനാഴ്ച പുലർച്ചെ 12:30 ആദ്യ സെമി ഫൈനൽ. ഫ്രാൻസും സ്പെയിനും തമ്മിലാണ് കളി. ലാമിൻ യമാൽ അവരുടെ ക്വാർട്ടർ ഫൈനൽ മത്സരം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഫ്രാൻസ് ആരെയെങ്കിലും പേടിക്കണമെങ്കിൽ ഞങ്ങളെ പേടിക്കണം. കഴിഞ്ഞ 2 കളികൾ ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത് ഞങ്ങളാണ് ജയിച്ചത്. ഇവിടെ ചോദ്യം, ഫ്രാൻസ് തുടർച്ചയായി 3ാമത്തെ വേൾഡ് കപ്പിൻ്റെ ഫൈനലിലെത്തുമോ, അതല്ല ഞങ്ങളോട് തുടർച്ചയായിട്ട് 3 വട്ടം തോൽക്കുമോ എന്നുള്ളതാണ് എന്ന് പയ്യൻ പറയുന്നുണ്ട്. എന്ത് പറയുന്നു? അത് തുടക്കം തന്നെ ഒരു മൈൻഡ് ഗെയിം ആണോ, എന്താണിത്? നമ്മൾ സ്റ്റാറ്റ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങൾ, ഒന്ന് UEFA നാഷൻസ് ലീഗും അതുപോലെ യൂറോ 24 ആണ്. 2 മത്സരങ്ങളിലും ജയിച്ചിട്ടുള്ള സ്പെയിൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജിനെ പുറത്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന മത്സരങ്ങളിൽ തിരിച്ചുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. സോ എനിവേ യമാൽ ആ ഒരു കോൺഫിഡൻസിനെ പുറത്താണ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, 2 തരത്തിലുള്ള ഈ 2 ഗ്രേറ്റ് ഫുട്ബോൾ നാഷൻസും 2 തരത്തിലുള്ള ഫുട്ബോൾ കളിക്കുന്നവരാണ്. അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ നമ്മൾ ആക്രമണ നിര വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസിനെ വെല്ലുന്ന ഒരു ടീം വേൾഡ് കപ്പിലില്ലേ, യാതൊരു സംശയമില്ല അതിൽ. മറുഭാഗത്ത് നമ്മൾ നോക്കുക, അവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ ഫുട്ബോൾ, വളരെ ക്വിക്കായിട്ടുള്ള. ഇപ്പോൾ ഈ പോലത്തെ പൊസഷൻ്റെ ഒന്നും കൂടുതൽ പൊസഷൻ്റെ ആവശ്യമില്ല, ബോളുകൾ പാസിൻ്റെ ആവശ്യമില്ല, വളരെ പെട്ടെന്ന് പോസ്റ്റിലേക്ക് എത്തി അതേപോലെ തന്നെ ഗോൾ അടിക്കാൻ കഴിവുള്ള പ്ലെയേഴ്സുണ്ട്. ഡെംബലെ, എംബാപ്പെ, അതേപോലെ തന്നെ ഒലീസെ പോലുള്ള പ്ലേയേഴ്സൊക്കെ ഇതിൻ്റെ കൂടെ ചേരുമ്പോൾ എന്ന് പറയുന്നത് വളരെ ലീതലായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ലൈനാണ് അവർക്കുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളത് മിഡ്ഫീൽഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആക്രമണ നിരയാണ് അവർക്കുള്ളത്. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് അറ്റാക്കിംഗ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതേപോലെ ലീതലല്ലെങ്കിൽ പോലും എങ്ങനെ അവർക്ക് മിഡ്ഫീൽഡ് ഭരിക്കാൻ നല്ലോണം അറിയാം. ആ ഒരു പൊസഷൻ എങ്ങനെയാണ് എപ്പോഴും എന്ന് പറയുന്നത്, ഒരു മാച്ചിൻ്റെ ടെമ്പോ എപ്പോഴും ഡിക്റ്റേറ്റ് ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനും കഴിയുന്ന ഒരു ടീമാണ് സ്പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് കളിയിൽ അവർ തോൽക്കുന്ന മത്സരത്തിൽ പോലും ആക്ച്വലി നമ്മൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരുന്നാലും ആക്ച്വലി എന്താ പറയുക, ഫ്രാൻസ് സ്പെയിൻ പോരാട്ടത്തിൻ്റെ ഒരു ഗതി നിർണ്ണയിക്കുക എന്ന് പറയുന്നത്
ആ ഒരു മിഡ്ഫീൽഡായിരിക്കും. മിഡ്ഫീൽഡിൽ ആർക്കായിരിക്കും കൺട്രോൾ, നിയന്ത്രണം, അതിനനുസരിച്ചായിരിക്കും തീർച്ചയായിട്ടും മത്സരത്തിൻ്റെ രീതി നിർണ്ണയിക്കപ്പെടുക എന്നുള്ളതാണ്. പെഡ്രി, റോഡ്രി, ഡാനി ഓൾമോ എല്ലാം കൂടി ചേരുമ്പോൾ മധ്യനിര അവർ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം ഇപ്പം മറുഭാഗത്ത് കോനയും റാബിയോട്ടുമാണ് ഉണ്ടാവുക എന്നുള്ളത്. ഒലീസെ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് വരികയും ചെയ്യും. അതേസമയം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഇവരുടെ ഫ്രാൻസിൻ്റെ മുന്നേറ്റ നിരയുടെ ശക്തിയെക്കുറിച്ച്. സ്പെയിനിൻ്റെ ഡിഫൻസ് ആകെ ഒരു ഗോളേ വഴങ്ങിയിട്ടുള്ളൂ. സോ സ്പാനിഷ് ഡിഫൻസ് വേഴ്സസ് സ്പാനിനെ വ്യത്യസ്തമാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഡിഫൻസ് മിഡ്ഫീൽഡ് അവിടെ നിന്ന് അങ്ങോട്ട് ഡിഫൻസ് ലൈന് വരെയുള്ള അവരിതാണ്. ആക്ച്വലി നമ്മൾ അവരുടെ പറയാൻ പോരായ്മ എന്ന് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അറ്റാക്കിംഗ് ഫ്രണ്ടാണ്. അപ്പോൾ ഗോൾ അടിക്കാൻ, പക്ഷെ അവർ ടീമായിട്ട് കളിക്കുന്നവരാണ് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഒരാൾ മാത്രം, ഇപ്പോൾ ഒരു ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എംബാപ്പെ എന്ന് പറയുന്ന സ്കോറിംഗിൽ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡെമ്പല്ലേ ഉണ്ട്. ഇപ്പൊ 2 പേരുണ്ട്. ഇപ്പൊ സാധാരണഗതിയിൽ ഒരു മത്സരത്തിലൊക്കെ ഒരാളൊക്കെയാണ് ടോപ്പ് സ്കോർ ആയിട്ട് സാധാരണ വരാറുള്ളത്. പക്ഷെ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 പേരും ഏകദേശം ഒരേപോലത്തെ ഗോൾ അടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതേപോലെ ഒരു പക്ഷെ സ്പെയിനിന് ഒരു പക്ഷെ അങ്ങനെ കൂടുതൽ ഉണ്ടാവാന്നില്ല. ഓയർസബാൽ ഇപ്പോൾ അത് ഗോൾ അടിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ അവരെപ്പോഴും ഒരു യമാലിനെയോ അല്ലെങ്കിൽ ഓയർസബാലിനെയോ അല്ലെങ്കിൽ റോഡ്രിയോ, പെഡ്രിയെയോ മറ്റുള്ളവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. സ്പെയിനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരൊരു ടീമായിട്ട് കളിക്കുന്നവരാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ടെക്നിക്കലി വളരെ അഡ്വാൻസ്ഡ്, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ടീമാണ് സ്പെയിൻ എന്ന് പറയുന്നത്. പാസിങ്ങും മറ്റുള്ളതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്ന ടീമാണ്. അപ്പോൾ എനിവേ അവർക്ക് ഒരു അവർ ആക്ച്വലി നമ്മൾ പറയുക ഒരു കളിയിൽ ഗോളിലേക്ക് എത്താൻ എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. ആ ഒരു പാസുകൾ വളരെ പേഷ്യൻ്റായിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ടാണ് ഗോൾ അടിക്കുക പെട്ടെന്ന്. പക്ഷേ കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടു, ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ നമ്മൾ കണ്ടു, സ്പെയിനുമായി ബന്ധപ്പെട്ടെന്ന് പറയുന്നത് അധികം പാസുകളൊന്നും കൊടുത്തിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ വേഗതയിൽ പാസ് കൊണ്ടുപോയിട്ട് അറ്റാക്കിലേക്ക് എത്തുന്ന രീതിയിൽ സ്പെയിനെ കണ്ടത്. അപ്പോൾ രണ്ടും കൂടി നമുക്ക് ക്ലബ് ചെയ്ത രീതിയിലാണ് ആക്ച്വലി എന്താ പറയുക സ്പെയിൻ കോച്ച് ഇപ്പോൾ അനുവദിച്ചു വരുന്ന രീതി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കിടിലൻ പോരാട്ടത്തിൻ്റെ വഴി ഒരുങ്ങിയാണ്. ഇപ്പോൾ ഇതിനു മുമ്പ് ഒരു ടീമിലെ 2 താരങ്ങൾ 5+ ഗോളുകൾ ഒരു വേൾഡ് കപ്പിൽ അടിക്കുന്നത് 2002-ലാണ്. അന്ന് റൊണാൾഡോ 8 ഗോളും റിവാൾഡോ 5 ഗോളുകളാണ് അടിച്ചത്. ഓൾറെഡി അങ്ങനെ ആയിട്ടുണ്ട് ഡംബലയും അതുപോലെ എംബാപ്പയും. അപ്പം അവരുടെ മുന്നേറ്റ നിരയുടെ ശക്തിയിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ ഈ ഒരു സൂപ്പർ പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഇത് ബുദ്ധിമുട്ടുള്ള ചോദ്യം എന്നറിയാം. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ ഇന്നലത്തെ, അതായത് ഒപ്റ്റയുടെ സൂപ്പർ കമ്പ്യൂട്ടർ ഇന്നലെ പ്രെഡിക്റ്റ് ചെയ്തത് ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഫ്രാൻസിലാണ്. ഇതിൽ ആർക്കാണ് അഡ്വാൻറ്റേജ് കാണുന്നത്? ആര് ജയിക്കുന്നതാണ് വിചാരിക്കുന്നത്? ഫ്രാൻസിൻ്റെ ഫ്രാൻസിൻ്റെ അഡ്വാൻറ്റേജ് ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഈ മിഡ്ഫീൽഡിൻ്റെ കേസിൽ മിഡ്ഫീൽഡിൻ്റെ കൺട്രോൾ, നിയന്ത്രണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഈ 2 കളികളിലും. ഇപ്പോൾ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ബോൾ പൊസഷനെ അവർ ആക്ച്വലി എന്താ പറയുക അതിനുവേണ്ടി ശ്രമിക്കുന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. ഇപ്പോൾ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ സ്പെയിനിൻ്റെ പ്ലെയേഴ്സ് കൂടുതലായിട്ട് ഗോളിന് വേണ്ടി എന്താണ് കയറി കളിക്കണം. അപ്പോഴാണ് ആക്ച്വലി എന്താ പറയുക നമ്മൾ ഫ്രാൻസിന് കൂടുതലായിട്ട് സാധ്യത ഞാൻ കാണുന്നുള്ളൂ. കാരണം ഡിഫൻസ് നിലവിൽ ഇപ്പോൾ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് ആണ്. അപ്പോൾ വേണമെന്നുള്ള രീതിയിൽ കൂടുതൽ ഒന്നുകൂടി ശ്രമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അവിടെ സ്പേസ് ഫ്രാൻസിന് ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ സ്റ്റിൽ ഫ്രാൻസിൻ്റെ ഒരു അറ്റാക്കിൻ്റെ അവരൊരു ആക്ച്വലി ഒരു മൂർച്ച, ഒരു ഷാർപ്നെസ് ഉണ്ട്. ഒരാളില്ലെങ്കിൽ അപ്പുറത്തു കൂടി മറ്റാളുകൾ എന്നുള്ള രീതിയിലുണ്ട്. സ്പെയിനിന് പിടിപ്പത് പണി ഉണ്ടാകും എന്നുള്ള യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ അഡ്വാൻറ്റേജ് നമുക്ക് ഇന്നതാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പം ഫ്രാൻസ് ഇപ്പോൾ ഈ നിലവിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരുന്ന കളി വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും തീർച്ചയായിട്ടും. അപ്പോൾ ഫ്രാൻസിന് ആക്ച്വലി എന്താ പറയുക, ഫ്രാൻസിന് സ്പെയിനിനെ പിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സ്പെയിനെതിരെ ഗോൾ അടിക്കാൻ ഈസി അല്ലേ എന്ന രീതിയിൽ തോന്നുന്നുണ്ട്. പക്ഷെ അതേസമയം സ്പെയിൻ ഇപ്പോൾ കഴിഞ്ഞ കളി നമുക്ക് കാണുമ്പോൾ വളരെ കൺവിൻസിങ് ആയിട്ടുള്ളൊരു കളിയാണ് സ്പെയിൻ കളിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ബലാബലം, നേരിയൊരു ആക്രമണത്തിൻ്റെ ഒരു ഷാർപ്നെസ്സിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രാൻസിനെ എനിക്ക് തോന്നുന്നുണ്ട്. ആര് ജയിക്കും? വളരെ ടഫാണ്. അതായത് ജയിക്കും എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ റീസെൻ്റ്ലി മത്സരങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ഇങ്ങനെ ഇത് ഏകദേശം ഫ്രാൻസിൻ്റെ ഇതേ ഒരു ലൈന് വരുന്ന ഒരു തന്നെ 2025 UEFA നാഷൻസ് ലീഗിൽ കളിച്ചപ്പോൾ സ്പെയിനിന് 5-1 ലീഡ് ഉണ്ടായിരുന്നു. 5-1 ലീഡിൽ നിന്ന് പിന്നെ 5-4 അവരെത്തിയതാണ്. അങ്ങനെ ആക്ച്വലി 5-4 ആ കളി അവസാനിക്കുന്നത്.
അതിലൊരു ഗോൾ ഓൺ ഗോൾ ഉണ്ടായിരുന്നു. ഓൺ ഗോൾ വഴിയാണ് ആക്ച്വലി നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ സ്പെയിനിന് തുടക്കത്തിൽ ഗോൾ അടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഗോളടിക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, പ്രഡിക്റ്റബിൾ അല്ല ഒരിക്കലും. പക്ഷെ ഫ്രാൻസ് ഇപ്പോൾ ഈ ടൂർണമെൻറ്റിലുടനീളം കളിച്ചുകൊണ്ടിരിക്കുന്ന കളി അല്ലെങ്കിൽ അടിച്ചുകൂട്ടുന്ന ഗോളുകൾ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് എന്ന് പ്രഡിക്റ്റ് ചെയ്യാനും പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ സ്പെയിനിന് നമുക്കിനി ഫ്രാൻസിനായിട്ട് കളിക്കുമ്പോൾ എങ്ങനെ പറയാൻ പറ്റില്ല. അവരുടെ റൈവൽറി എന്ന് പറയുമ്പോൾ ഈ രണ്ട് ടീമുകൾ വരുമ്പോൾ സ്പെയിന് കളിക്കുന്ന കളി വളരെ വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ വ്യക്തമായിട്ട് ഏത് ടീം ജയിക്കുമെന്ന് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണുള്ളത് എന്നുള്ളതാണ്. സാറ് പറയാൻ തയ്യാറില്ല, കാരണം അങ്ങനെയാണ് നമ്മുടെ ബ്രെയിന് പറയുക. എന്നാലും സാറിൻ്റെ ഹൃദയം എന്ത് പറയുന്നു? ഇത് എവിടെയെങ്കിലും എത്തിക്കണ്ടേ? ഫ്രാൻസ് കഴിഞ്ഞ 2022 വേൾഡ് കപ്പിൽ എന്താ പറയുക, അവർക്കൊരു ഹൃദയഭേദകമായിട്ടുള്ളൊരു തോൽവി ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ വേൾഡ് കപ്പിലെ ഏറ്റവും ആവേശകരമായിട്ടുള്ള ടൂർണമെൻറ്റ് ഫൈനലുകളിലൊന്നാണ് 2022 കഴിഞ്ഞത്. അപ്പോൾ അതിനൊടുവിൽ ആക്ച്വലി ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ഡിഫീറ്റ് ആയിരുന്നു ആക്ച്വലി അവരെ സംബന്ധിച്ചിടത്തോളം, ലോസ്. അപ്പോൾ ഈ പ്രാവശ്യം തീർച്ചയായിട്ടും ഒരു മിഷനിലാണ് അവരുള്ളത്. അപ്പോൾ അതുകൂടി അവർക്ക് ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയുക, ഒരു അഡ്വാൻറ്റേജ് വെച്ചിട്ട് ഒരു നേരിയ മാർജിൻ എനിക്ക് തോന്നുന്നു. ഒരു പക്ഷെ അത് ഒരു ഗോൾ മാർജിനിൽ ചിലപ്പോൾ എക്സ്ട്രാ ടൈമിലാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ ഷൂട്ട് ഔട്ടിലേക്ക് എത്തിയേക്കാം. എന്തായാലും അവിടെ ഒരു സ്പാർക്ക്, ഒരു മിഷൻ, ഒരു ഗോൾ ഉള്ളത് കൊണ്ട് ആക്ച്വലി എന്താ പറയാ ഫ്രാൻസ് ജയിക്കും എന്നാണ് കരുതുന്നത്. അത് ഉറപ്പിച്ചങ്ങ് പറയുന്നതല്ല, അങ്ങനെ സംഭവിക്കാന്നേ ഉള്ളൂ. കാരണം ഇതൊന്നും പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കളിയായിപ്പോയി. ഇത്രയൊക്കെ ബുദ്ധിമുട്ട് രണ്ടാമത്തെ സെമി പ്രവചിക്കാൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ രണ്ട് ടീമുകളെ പോലെ അത്രയധികം ഒരു വല്ലാത്ത മികവിലല്ല ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അർജൻറ്റീന എന്ന് എനിക്ക് തോന്നുന്നു. ഇംഗ്ലണ്ട് കുറച്ചുകൂടി ബെറ്ററായിട്ട്, ഇപ്പോൾ മെക്സിക്കോക്കെതിരെയൊക്കെ അവർ കളിച്ച കളി 10 പേരെ വെച്ചിട്ടൊക്കെ കളിച്ച കളിയൊക്കെ ആരെയും ഭയപ്പെടുത്തുന്ന ഒന്നുമാണ്. അപ്പോൾ രണ്ടാമത്തെ കളിയിലേക്ക് വരുമ്പോൾ ഇത് ചരിത്രപരമായ കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു കളിയാണ്. സാർ ഈ കളിയെ എങ്ങനെ നോക്കിക്കാണുന്നു? ആര് ജയിക്കുന്നുള്ള നമുക്ക് അവസാനത്തേക്ക് വെക്കാം. ഈ കളിയെ സാർ എങ്ങനെ നോക്കിക്കാണുന്നു? ലോകകപ്പിലെ 6ാമത്തെ ഹെഡ് ടു ഹെഡ് മാച്ചാണ് ഇവർ. ലോകകപ്പിൽ വരികയാണെന്നെങ്കിൽ 2 കളികൾ മാത്രമാണ് അർജന്റീനക്ക് ജയിക്കാൻ പറ്റിയിട്ടുള്ളത്. അതായത് ഒന്ന് 1986 മറഡോണ 2 ഗോൾ അടിച്ച കളിയിലും, പിന്നെ അതിനുശേഷം നടന്നിട്ടുള്ളത് ജയിച്ചത് പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെയാണ് 1998. അപ്പം ഇവർ തമ്മിൽ നടന്ന മത്സരങ്ങളൊക്കെ എന്ന് പറയുന്ന ഒരുപാട് എപ്പോഴും നമ്മളൊരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു പ്രാധാന്യ സിഗ്നിഫിക്കൻസ് ഇതുമായി ബന്ധപ്പെട്ട്, കാരണം ഫോക്ലാൻഡ് വാറുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ എപ്പോഴും അവർ കളിക്കാൻ അല്ലെങ്കിൽ ഹെഡ് ടു ഹെഡിൽ വേൾഡ് കപ്പിൽ വരുമ്പോൾ എപ്പോഴും അത് ഉയർന്നു വരും, സിംബോളിക്കായിട്ട് വരും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സിമ്പൽ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയുക, 2 ടീമും വേൾഡ് കപ്പിൽ വരുമ്പോൾ പരസ്പരം വാശിയോടുകൂടി മത്സരിക്കുന്നവരാണ്. പക്ഷേ ഇത്തവണത്തെ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ അർജന്റീന നിലവിലിപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ നല്ല പെർഫോമൻസ് ആണ്. മെസ്സിയുടെ ആക്ച്വലി എന്താ പറയുക പെർഫോമൻസിൻ്റെ ഒക്കെ പിൻബലത്തിൽ നല്ല രീതിയിലാണ് കളിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ എന്താ പറയുക, പക്ഷേ നോക്കൗട്ടിലേക്ക് വന്നപ്പോൾ വളരെ ഒരു സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ഒരു അർജന്റീനയാണ് കാണുന്നത്. ഒട്ടും കൺവിൻസിങ് അല്ല ഒരു വിജയം, പല വിജയങ്ങൾ. ഇപ്പം 3 മത്സരങ്ങളിലേക്ക് ഇപ്പം ഇന്ന് കഴിഞ്ഞ കളി നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറേയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അർജന്റീനയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റിൽ തുടക്കത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ്, ഒരു ടീമായിട്ട് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മുന്നേറ്റത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാരി കെയ്നും ബെല്ലിംഗാം ഏറ്റവും മികച്ച രീതിയിൽ ഇപ്പോൾ കളിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. 6 കളി 6 ഗോൾ. ഒരു മിഡ്ഫീൽഡറാണ് പറയുമ്പോൾ ഒരു സ്ട്രൈക്കറൊന്നല്ല. അപ്പോൾ ഓപ്പൺ പ്ലേ ഗോളുകൾ മറികടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇംഗ്ലണ്ട് അർജന്റീന മത്സരം വരുമ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഇന്നിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കളിയായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇംഗ്ലണ്ട് പോലെ ടീമായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ കളിയിൽ ഞാൻ അഡ്വാൻറ്റേജ് കാണുന്നത് ഇംഗ്ലണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് ഇംഗ്ലണ്ടിനാണ്. പക്ഷേ ക്യൂട്ടി റൊമേറോ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്നത്തെ സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള കളി കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിനെതിരെ ഞങ്ങളുടെ സോൾ നൽകി കളിക്കുന്ന പറയുന്നത്. അപ്പം ആത്മാവ് മുന്നിൽ വെച്ച് കളിക്കുമെന്ന് പറയുമ്പോൾ നമുക്കത് ഒന്നുകൂടി കാവ്യാത്മകമായി പറഞ്ഞാൽ ഹൃദയം കൊണ്ട് കളിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ ഹൃദയം കൊണ്ട് കളിക്കാൻ അവർക്ക് ഊർജ്ജം ഉൾക്കൊള്ളാൻ കുറേ കഥകളും സംഭവങ്ങളൊക്കെ ഈ ടീമുകൾ തമ്മിലുണ്ട്. ഇപ്പോൾ ഈ 60കളിലൊക്കെ ഇംഗ്ലണ്ടിൽ ഇറങ്ങിയിരുന്ന ഈ കാർട്ടൂൺ കഥാപാത്രങ്ങൾ അധികവും അർജൻറ്റീന ഫുട്ബോളേഴ്സിനെ വെച്ചിട്ടുള്ളതാണെന്നും അർജൻറ്റീനയുടെ ഡാഗ ട്രിക്കുകൾ, അതായത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കഥാപാത്രങ്ങൾ
ഇംഗ്ലീഷ് സാത്വികർ അവരോട് ഏറ്റുമുട്ടി ജയിക്കുന്ന തരത്തിലുള്ള കഥകൾ അവർ ഇറക്കിയിരുന്നു. ഇത് 60കളിൽ തന്നെ ഇവർ തമ്മിലുള്ള ഈ പോരാട്ടം, പിന്നെ അർജൻറ്റീനയുടെ ഡാഗ ട്രിക്കുകൾ എന്ന് പറയുന്ന തരത്തിൽ ഗ്രൗണ്ടിലുള്ളവരുടെ വീഴ്ചയും കുറച്ച് കാര്യങ്ങളും അതുപോലെ കുറച്ച് എന്താ പറയുക അഗ്രസീവായിട്ടുള്ള ഫോളും ഒക്കെ ചേർത്തിട്ടാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് 86 വരുമ്പോൾ ഈ ഫോക്ലാൻഡ് യുദ്ധത്തിന് ശേഷം നടന്ന ആ ഒരു മത്സരം സാറിന് ഓർമ്മയുള്ള കളിയായിരിക്കും. 82-ലാണെന്ന് തോന്നുന്നു. 82-ലാണ് ഈ ഫോക്ലാൻഡ് വാർ നടക്കുന്നത്. 86-ലാണ് കളി. ആ കളി ഇപ്പോൾ നമ്മുടെ മറഡോണയുടെ കൈകൊണ്ടുള്ള ഗോള്, പിന്നെ നൂറ്റാണ്ടിൻ്റെ ഗോള്, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളാണ് ആ കളി. അതിനെക്കുറിച്ചൊന്ന് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാൻ പറ്റും, അതിൻ്റെ ഒരു റിസൾട്ടും അർജന്റീന ഇവരുടെ തമ്മിൽ ആദ്യ കളി നടക്കുന്ന 1960 വേൾഡ് കപ്പിൽ നടക്കുന്നത് 62-ല് 66-ലാണ് ഇംഗ്ലണ്ട് വേൾഡ് കപ്പ് നടക്കുന്നത്. അപ്പോൾ അതിലും ക്വാർട്ടർ ഫൈനലിലാണ് ഇംഗ്ലണ്ട് ജയിക്കുന്നത്. പിന്നെ വരുന്നത് 86-ലാണ്, അതായത് 1982-ലെ ഫോക്ലാൻഡ് വാർ നടന്നിട്ടുള്ള അതിന് ശേഷമുള്ള ഒരു വളരെ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ, ആ ടൈമിലാണ് നടക്കുന്നത് ഈ കളി. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക, രണ്ട് ടീമും നമുക്കിപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയുക, അത് ഭയങ്കര ഒരു വാർ എന്ന രീതിയിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ കൂടി, പക്ഷെ എന്നാലും നമ്മൾ രണ്ട് ടീമുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു മീഡിയ അറ്റൻഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ കളിയിൽ നമുക്കറിയാം, ഇപ്പോൾ എന്താ പറയുക 1986 ഏതാണ്ട് ഒറ്റക്കാണ് മറഡോണ ആ ഒരു മത്സരം വിജയിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ക്വാർട്ടർ ഫൈനൽ നോക്കൗട്ട് സ്റ്റേജാണ്. പിന്നെ എന്താ പറയുക, അപ്പോൾ ആദ്യത്തെ കളിയിൽ ദൈവത്തിൻ്റെ കൈകൊണ്ടുള്ള ഒരു ഗോളും പിന്നെ രണ്ടാമത്തെന്ന് പറയുന്ന നൂറ്റാണ്ടിൻ്റെ ഗോളും എന്ന രീതിയിൽ. അപ്പോൾ ഏതാണ്ട് ഒറ്റയ്ക്ക് ആക്ച്വലി എന്താ പറയുക ഒരു അർജൻറ്റീനയെ ഒരു കൊണ്ടുപോയിട്ടുള്ള ആക്ച്വലി ഫൈനലിലേക്ക് എത്തിച്ച അല്ലെങ്കിൽ കപ്പ് കിരീടധാരണം അർജൻറ്റീനക്ക് രണ്ടാമത്തെ കിരീടധാരണം നൽകിയിട്ടുള്ള ഒരു ടൂർണമെൻറ്റാണ് മെക്സിക്കോ 1986 വേൾഡ് കപ്പ്. അപ്പോൾ ഈ ഒരു ഫോക്ലാൻഡ് വാറുമായി ബന്ധപ്പെട്ട ഇത് ആക്ച്വലി പിന്നീട് വന്ന കളികളിലൊക്കെ എപ്പോഴും വരാറുണ്ട്. അതിനുശേഷം വന്ന 1998 വേൾഡ് കപ്പ്, 2002 2002 ഇതിലേക്കൊക്കെ വരുമ്പോൾ അത് ഉയർന്നു വരും. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വേൾഡ് കപ്പ് സെമി ഫൈനലിൽ അർജന്റീന വരുമ്പോഴും സ്വാഭാവികമായിട്ടും നമുക്ക് മീഡിയയിൽ അത് വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ 86 നമുക്ക് അതിലേക്ക് തന്നെ വരാം. അത് മറഡോണ രണ്ടാമത്തെ ഗോള് അത് നൂറ്റാണ്ടിൻ്റെ ഗോളാണ്, സംശയമില്ല. അങ്ങനെ അവരുടെ ഡിഫൻഡർമാർ ഓരോരുത്തരെ ഇങ്ങനെ മറികടന്ന് പോയിട്ട് പന്ത് വലയിലേക്ക് ഇന്നും അതിൻ്റെ റീപ്ലേ കാണുമ്പോൾ ഈ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത് തോന്നിപ്പോകും. പക്ഷേ ആ ഫസ്റ്റ് ഗോള് കൈ കൊണ്ടടിച്ച ഗോളാണ് ആദ്യം പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്, അല്ലേ? ആദ്യം വന്ന ഗോൾ അതാണല്ലോ. ആ കൈ കൊണ്ടടിച്ച ഗോളിനെ അർജന്റീനക്കാരും അതുപോലെ ഫുട്ബോൾ ലോകത്തുള്ള ആളുകളൊക്കെ ദൈവത്തിൻ്റെ ഗോൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടുകാർ ഇപ്പോഴും അതിനെ അംഗീകരിച്ചിട്ടില്ല. ചെകുത്താൻ്റെ ഗോൾ എന്നാണ് അവർ പറയുന്നത്. മറഡോണയും അവർ അംഗീകരിച്ചിട്ടില്ല, ഈ ഗോളും അംഗീകരിച്ചിട്ടില്ല. ആ ഗോള് ഇന്നാണെങ്കിൽ സംഭവിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വാറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മറഡോണയുടെ എന്ത് തരത്തിലുള്ളൊരു മാനസികാവസ്ഥയെന്നായിരിക്കും ആ ഗോള് കൈകൊണ്ട് അടിച്ചിട്ട് അത് ആഘോഷിക്കുകയും ചെയ്തു അദ്ദേഹം. മറഡോണ നമ്മുടെ ഫിസിക്ക് നമുക്കറിയാം, പൊതുവെ ഉയരം കുറഞ്ഞ ഡോർഫാണ് ആക്ച്വലി, ആ രീതിയിലുള്ള ഒരു പ്ലെയറാണ്. പക്ഷെ സ്റ്റിൽ മൂപ്പരുടെ ആ ഒരു ഗ്രാവിറ്റിയെ ഡിവൈ ചെയ്യുന്ന രീതിയിലാണ് മൂപ്പരുടെ കളി രീതി എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂപ്പരുടെ ഫിസിക്ക് അങ്ങനെ ആയതുകൊണ്ട് രീതിയിൽ തന്നെ ഡ്രിബിൾ ചെയ്തിട്ടൊക്കെ പോകാനൊക്കെ കഴിയുന്ന രീതിയിലുള്ള ഒരു കളി ശൈലിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്ര ഉയരത്തിൽ പീറ്റർ ഷിൽട്ടായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ഗോൾ കീപ്പർ, നല്ല ഹൈറ്റ് ഉള്ള ഒരാൾ. അപ്പോൾ ആ ഉയരത്തിൽ ഒരുപക്ഷെ അതിനൊപ്പം ചാടി ഹെഡ് ചെയ്യുക എന്ന് പറയുന്ന പ്രായോഗികത. എനിക്ക് തോന്നുന്നു മറഡോണ ഇങ്ങനെയുള്ള കളി ആക്ച്വലി എന്താ പറയുക, ഫുട്ബോൾ കാലുകൊണ്ട് കളിക്കേണ്ട കൂടെ തന്നെ ഇതേ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഒരു പക്ഷേ കളിയിൽ ചിലപ്പോൾ ആവശ്യമുള്ളത് ഇതിനിടയ്ക്ക് ചിലപ്പോൾ ഉപയോഗിക്കാന്നുള്ള രീതിയിലൊക്കെ പരിശീലിച്ചിട്ടുണ്ടാവും. ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു പക്ഷേ എന്താ പറയുക, ഒരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഇപ്പം എല്ലാ തരത്തിലും ചിലപ്പോൾ എങ്ങനെയാണോ ഇപ്പോൾ ഉയർന്ന് ചാടുമ്പോൾ ഒരു പൂർണ്ണമായിട്ട് ചിലപ്പോൾ ഹെഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം അന്ന് തന്നെ മറഡോണ തന്നെ സംബന്ധിച്ച സംഭവം ഗോൾ അടിച്ചതിന് ശേഷം എന്ന് പറയുന്നത് ഹാഫ് ഗോഡ്സ് ഹാൻഡ് എന്നുള്ളതാണ്. പാതി ദൈവത്തിന്റെ കൈയും അതേപോലെ പാതി എൻ്റെ തലയും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മൂപ്പര് തന്നെ അത് ശരി അംഗീകരിച്ച ഒരു സംഭവമാണത്. അപ്പോൾ അതിൽ നമുക്കൊന്നും ശരിക്കും ആ കളിയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല കൈകൊണ്ടാണോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഒറ്റയടിക്ക് റഫറിക്ക് പോലും ആ കളിയിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അന്നത്തെ റഫറിക്കും അത് വലിയ രൂപത്തിൽ പിന്നീട് നെഗറ്റീവ് അടിച്ച ഒരു സംഭവം കൂടിയാണ്. പക്ഷെ അത് ഇന്നൊക്കെ ഇപ്പോൾ വാറൊക്കെ ഉള്ളത് കൊണ്ട് എന്തായാലും നടക്കില്ല. വാർ ഇൻ്റർവെൻ ചെയ്യുകയും അത് ഓവർടേൺ ചെയ്യുകയൊക്കെ ചെയ്യും. എന്നാലും അതന്ന് അങ്ങനെ സംഭവിച്ചു പോയി. അത് ഒരിക്കലും പകയടങ്ങാതെ ഇംഗ്ലണ്ടിൻ്റെ മനസ്സിലുണ്ട്. 98 വേൾഡ് കപ്പ് വരുന്നു, ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിൽ ഏറ്റുമുട്ടുന്നു, ഒരുപാട് സംഭവങ്ങളുണ്ടായി.
അന്നത്തെ നൂറ്റാണ്ടിൻ്റെ ഗോള് മറഡോണ അടിച്ചെങ്കിൽ ഓൾമോസ്റ്റ് സാമ്യതയുള്ളൊരു ഗോള് മൈക്കിൾ ഓവൻ അടിക്കുന്നു. ആ ഗോള് സാറിന് ഓർമ്മ ഉണ്ടാവുമല്ലോ. വല്ലാത്തൊരു മൈക്കിൾ ഓവൻ വേൾഡ് ഫുട്ബോളിൽ ഇങ്ങനെ ഇടിച്ചങ്ങ് ഉദിച്ചു വരുന്ന 18 വയസ്സാണ് മൈക്കിൾ ഓവൻ, 18 ടീനേജിൽ നിൽക്കുന്ന മൈക്കിൾ ഓവന്. പിന്നെ നമ്മുടെ സിമിയോണി ബെക്കാം ഇഷ്യൂ, അത് ഈ കാര്യങ്ങളൊന്ന് ഒന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് നടക്കുന്നത് ബെക്കാം സിമിയോണി ഫൗൾ ചെയ്യപ്പെട്ടു. അതാണ് ശരിക്ക്. സോറി, സിമിയോണി ബെക്കാമിനെ ഫൗൾ ചെയ്ത് ഗ്രൗണ്ടിൽ കിടക്കുന്ന സമയത്താണ് സിമിയോണി നടന്നു പോകുന്ന സമയത്ത് ശരിക്കും നമ്മള് വലിയ കോണ്ടാക്ട് ഒന്നും പറയാൻ പറ്റൂല, ഒന്നുമില്ല. കാലുകൊണ്ട് ജസ്റ്റ് ഒരു ബൂട്ട് കൊണ്ട് ഒരു ചെറിയൊരു തട്ടല്, കാലിങ്ങനെ പൊക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബാക്ക് ഭാഗത്ത് കൊണ്ടില്ല, ചെറിയൊരു കോണ്ടാക്ട് പോലെ ഉണ്ടായിട്ടുള്ളൂ. വീണു. ആ സിമിയോണി അങ്ങനെ ഒരു സിമുലേറ്റ് ചെയ്തു, ആ ഒരു സിമുലേഷൻ സംഭവമാക്കി. അപ്പോൾ ആക്ച്വലി എന്താ പറയുക, നമ്മൾ അതിനുശേഷം ഒരു റിവ്യൂയിലൂടെയാണ് ആക്ച്വലി കാർഡ് കൊടുത്തത്, റെഡ് കാർഡാണ് കൊടുത്തത് ബെക്കാമിന്. ഇന്നത്തെ പോലെ വാർ റിവ്യൂ എന്നല്ല, അതിനെ കുറിച്ച് സംസാരിച്ച് അന്നൊക്കെ നേരെ നമ്മുടെ ഈ ലൈൻസ്മാന്റെ അടുത്തേക്ക് പോയി റഫറി കാര്യങ്ങൾ ചർച്ച ചെയ്യലാണല്ലോ, നോക്കിയിട്ട് അത് റെഡ് കാർഡ് കൊടുക്കുകയാണ് ഇഷ്യൂ ചെയ്തത്. പക്ഷേ റെഡ് കാർഡ് ആയിരുന്നു. അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നണോ ബെക്കാമിന്റെ മനസ്സിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് 2002. അതെ, പക്ഷെ ഇതിൽ വേറെ സംഭവം കൂടി ഉണ്ട്. ഈ സംഭവം നടന്ന് റെഡ് കാർഡ് കിട്ടി, കളി പിന്നെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ അർജന്റീന ജയിച്ചു എന്നാണ് തോന്നുന്നത് അല്ലേ? 2-2 അത് സ്കോർ ലൈന്. പിന്നെ ഷൂട്ട് ഔട്ടിലേക്ക് പോയി. അപ്പോൾ ഇതിൽ 2 പെനാൽറ്റി വന്നിട്ടുണ്ടായിരുന്നു ആ കളിയിൽ, 2 പെനാൽറ്റിയാ. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഒന്ന് മൈക്കിൾ ഓവന്റെ ഗോള്. ഇങ്ങനെ നമ്മൾ സ്കോർ ലൈന് 2-2 അങ്ങനെ ഷൂട്ട് ഔട്ടിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കളിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ഇന്റർ മിലാൻ കളി വരുന്ന സമയത്ത് സിമിയോണി തുറന്നു പറയുന്നുണ്ട്, അന്ന് ഞാൻ അഭിനയിച്ചതാണ്, എനിക്കങ്ങനെ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിട്ടില്ല, ബെക്കാമിനോട് മാപ്പ് പറയുന്നു എന്നുള്ളത്. സിമിയോണി ഇപ്പോഴും സിമിയോണി അങ്ങനെയൊക്കെ തന്നെയാണ്. ഗ്രൗണ്ടിൽ വെച്ചിപ്പം അന്ന് വിനീഷ്യസിനോട് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ മാപ്പ് പറയുന്നു, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നില്ല എന്ന് പറയുന്നത് ഒരാളാണ് സിമിയോണി. അപ്പോൾ അന്ന് അത് ശരിക്കും അയാൾ അഭിനയിച്ച് ഉണ്ടാക്കി ബെക്കാമിനെ പുറത്താക്കുന്നു. പക്ഷെ ബെക്കാം ആ പക ശരിക്കും മനസ്സിൽ സൂക്ഷിച്ചു. സാറ് പറഞ്ഞ പോലെ 2002 കാത്തു സൂക്ഷിച്ചു. ഈ 2002 വേൾഡ് കപ്പിന് മുമ്പ് ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ, ഡിപ്പോർട്ടീവോ ലാ കറൂണ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തിൽ ഫ്രെഡോ ഡ്യൂഷർ എന്ന് പറയുന്ന അർജന്റീൻ ഡിഫൻഡർ നമ്മുടെ ബെക്കാമിൻ്റെ കാല് ഇങ്ങനെ 2 കാലിൻ്റെ ഇടയിലിട്ട് തിരിച്ച് പൊട്ടിച്ചു എന്നാണ് പറയുക. അങ്ങനെയല്ല, അത് ഫൗൾ ചെയ്ത് കാല് പൊട്ടി. പക്ഷെ ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ തിരിച്ച് പൊട്ടിച്ചു, മനഃപൂർവ്വം ചെയ്തതാണ്. ഇംഗ്ലണ്ട് അർജന്റീന മത്സരം നേരത്തെ വേൾഡ് കപ്പിൻ്റെ ഫിക്സറൊക്കെ റെഡിയാണ്. അപ്പോൾ ഇംഗ്ലണ്ട് അർജന്റീന മത്സരത്തിൽ ബെക്കാം കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തതാണ് ഡ്യൂഷർ എന്ന രൂപത്തിൽ വലിയ സംഭവമൊക്കെയാണ്. സ്വെൻ-ഗൊറാൻ എറിക്സനാണെന്ന് ഇംഗ്ലണ്ടിൻ്റെ കോച്ച്. അപ്പോൾ വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇവർ തമ്മിൽ കളിക്കുമ്പോൾ ആദ്യ ഇംഗ്ലണ്ടിൻ്റെ കളിയിൽ ബെക്കാം കളിച്ചിട്ടില്ല, ബെക്കാം ഫിറ്റല്ല എന്നുള്ളതുകൊണ്ട്. രണ്ടാമത്തെ കളിയിൽ ഉണ്ടാവുമോ ഇല്ല എന്നൊരു ഉറപ്പില്ല. പക്ഷേ 2ാം കളിയിൽ ബെക്കാം ആണ് ടീമിനെ നയിച്ചുകൊണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഗ്രൗണ്ടിലേക്ക് വരുന്നത്. പിന്നെ സംഭവിച്ചത് സാറിന് ഓർമ്മ ഉണ്ടാവും, പെനാൽറ്റി കിട്ടി. ആ പെനാൽറ്റി അടിച്ചത് അടിച്ച ശേഷമുള്ള സെലിബ്രേഷൻ അതാണ്. അപ്പൊ അത് ആക്ച്വലി എന്താ പറയാ, പവറിൽ അടിച്ചും കയറ്റാണ് ഇങ്ങനെ നമ്മള് ഒരു കോർണറിലേക്കൊന്നും അടിക്കുന്നത്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഷോട്ടാണ്. നമ്മളെന്താ പറയാ, ഈ പെനാൽറ്റി ഞാൻ പിന്നെ ഒരിക്കൽ പോലും ഞാൻ റീപ്ലേ കണ്ടില്ല. പക്ഷെ അന്ന് കണ്ടത് ഇപ്പോഴും മനസ്സിലുണ്ട്, ഈ ഒരു വാശിയും ദേഷ്യമൊക്കെ. അത് നമ്മൾ ആ ഒരു ഗോളടി കഴിഞ്ഞതിന് ശേഷമുള്ള എക്സ്പ്രഷനിലൂടെ ഒക്കെ മനസ്സിലാകും. ബെക്കാം എന്ന് പറയുന്നത് 1998 ആ ഒരു പക ആക്ച്വലി നമ്മൾ ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് അർജന്റീന ബാറ്റിസ്റ്റൂട്ടയും ക്രസ്പോയൊക്കെ ഉള്ള ഒരു സൂപ്പർ ടീമും കൊണ്ട് വന്നിട്ട് അർജന്റീന വേൾഡ് കപ്പ് അടിക്കും എന്നെല്ലാവരും പ്രവചിച്ചിട്ട് അന്ന് നൈജീരിയയോടൊരു ഗോളിന് തോറ്റും തോന്നുന്നുണ്ട്. അതിന് സമനിലയാണെങ്കിൽ സംശയമുണ്ട്. ഒരു ഹെഡറിൽ ഗോളായത് എനിക്ക് ഓർമ്മയുണ്ട്. ഏതായാലും സംഗതി ഒടുവിൽ ഗ്രൂപ്പ് സ്റ്റേജ് കടന്നു പോയില്ല അർജന്റീന എന്നുള്ളതാണ് ആ വേൾഡ് കപ്പ്. അത് ഗ്രൂപ്പ് സ്റ്റേജ് കടന്നിട്ടില്ല. ഗ്രൂപ്പ് സ്റ്റേജിൽ അവർ എലിമിനേറ്റ് 2002. അതിന് ശേഷം പിന്നെ വേൾഡ് കപ്പിൽ ഒരു ഏറ്റുമുട്ടിയിട്ടില്ലല്ലോ, ആദ്യമായിട്ടല്ലേ പിന്നെ വരുന്നത്. 2002 വേൾഡ് കപ്പാണ് അവർ അവസാനമായിട്ട് വേൾഡ് കപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്തവണ ഒരു ഡ്രാമ സാർ പ്രതീക്ഷിക്കുന്നുണ്ട്, ഇതേപോലെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാനുള്ളൊരു കാരണം ഉണ്ടാവും. കാരണം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം 2022 എന്ന് പറയുമ്പോൾ 24 വർഷത്തിന് ഗ്യാപ്പ് ഉണ്ടായി. സ്വാഭാവികമായിട്ട് ഇത് വീണ്ടും റീസർഫേസ് ചെയ്യും, വരും എന്നുള്ള ഉറപ്പാണ്. പല ഒക്കെ വരും. സാധാരണഗതിയിലെ ഫോക്ലാൻഡ് വാറും അതേപോലെ തന്നെ കഴിഞ്ഞ ഇവരുടെ മത്സരങ്ങൾ ഉണ്ടായിരുന്നത് എന്താ പറയുക, ദൈവത്തിൻ്റെ കൈ ഗോളും നൂറ്റാണ്ടിൻ്റെ ഗോളും അതേപോലെ 98 വിവാദങ്ങളും 2002 ബെക്കാമിൻ്റെ പ്രകടനങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് റീസർവേസ് ചെയ്യും എന്നുള്ളതാണ്.
അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ അന്നത്തെ സിമിയോണിയുടെ മോൻ ഇന്ന് ടീമിലുണ്ട്, എമിലിയാനോ സിമിയോണി ഇന്ന് ടീമിലുണ്ട്. അതെ അതെ അതെ, മക്കളിലേക്കൊക്കെ അത് മാത്രമല്ല സിമിയോണിയും ഇതുപോലെ തന്നെ വേൾഡ് കപ്പിലെ ഒരു എല്ലാ തരം കളികളിലും അർജന്റീന കളിയൊക്കെ കാണാൻ വരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കളിയിൽ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പം ഇനി പഴയ കഥകളാണ് നമ്മളിതിൽ പറഞ്ഞത്. ഇനി ചോദ്യത്രേ ഉള്ളൂ, അർജന്റീനക്ക് ജയിക്കാൻ കഴിയും ഇംഗ്ലണ്ടിനോട്? നോക്കൗട്ട് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധ്യതകളുടെ ഒരിതാണ്, എന്താ പറയുക, സ്റ്റേജാണ്. എന്തും സംഭവിക്കാം. അപ്പോൾ എന്തും സംഭവിക്കാം പറയുന്ന പോലെ. എന്താ പറയുക, ഇപ്പോൾ ഇന്ന് അർജന്റീന ആക്രമണത്തിൽ ഒരു പ്രശ്നങ്ങളും സംഭവങ്ങളൊക്കെ, അർജന്റീനയുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന നിലവിൽ ഇതാണ്, ഈ മെസ്സിയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ളൊരു പരിഹാരം എന്ന് വന്നിട്ടുണ്ട്. അൽവരസും ലോതറോ മാർട്ടിനസും ഗോൾ അടിച്ചു. പക്ഷെ അത് എത്രത്തോളം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഇംഗ്ലണ്ട് ഇപ്പം നല്ല രീതിയിൽ കോൺഫിഡൻസ് നിൽക്കുന്ന ടീമാണ്. അപ്പോൾ കളിയിലേക്ക് വരുമ്പോൾ ഒരു നോക്കൗട്ട് സ്റ്റേജിൽ ഒരു പക്ഷേ ഒരു നല്ലൊരു ഡിഫൻസും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഗോൾ അടിപ്പിക്കാന്ന് വെച്ചെങ്കിൽ നമ്മളൊരു ഷൂട്ടൗട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് 90 മിനിറ്റ് കളിയിലാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി അതോടെ ഇംഗ്ലണ്ടിനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. അപ്പം ഞാൻ നേരത്തെ ചോദിച്ച പോലെ തന്നെ ചോദിക്കുകയാണ്, ആര് ഫൈനലിലേക്ക് കടക്കും ഈ കളിയിൽ നിന്ന്? എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു ഫിഫ വേൾഡ് കപ്പിൽ ഒന്നുകൂടി എന്താ പറയുക, ഇംഗ്ലണ്ടിന് ഫയർ ഉണ്ട്. ആക്ച്വലി എങ്ങനെയെങ്കിലും നമ്മൾ 1996 അവസാനമായിട്ട് വേൾഡ് കപ്പ് നേടിയിട്ടുള്ളത്. 1966 ആണ് ഇംഗ്ലണ്ടിന് ഒരേ ഒരു വേൾഡ് കപ്പ് നേടിയിട്ടുള്ളത്. ഇപ്പോൾ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നു ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണ്. നമ്മൾ പല പ്ലെയേഴ്സിൻ്റെയും പ്രകടനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏകദേശം അതേ പ്ലെയേഴ്സ് തന്നെയാണ് നമ്മൾ നിലനിർത്തിയിട്ടുള്ളത്. ഏജിങ് ആണ്, കമ്പാരിറ്റീവ്ലി യങ്ങറാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അത് മാത്രമല്ല, നമുക്ക് ഫയർ നോക്കണം. ഇപ്പോൾ എമിലിയാനോ മാർട്ടിനസിന്റെ ഒക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആറ്റിറ്റ്യൂഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫോക്കസ്ഡ് ആയിരുന്നു. അപ്പോൾ മെസ്സിക്ക് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും എനി കോസ്റ്റ് നമ്മൾ കപ്പ് നേടണം എന്നുള്ള രീതിയിൽ പ്ലെയേഴ്സ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ അവർ ഗോൾ അടിക്കുമ്പോഴൊക്കെ വരുന്നുണ്ട്, ഒരു ടീമായിട്ട് യൂണിറ്റായിട്ട് സന്തോഷം ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മളൊരു മത്സരത്തിന് തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു പാഷനും അതേപോലെ ഇന്റൻസിറ്റി നിലനിർത്തുന്നുണ്ടോ എന്നുള്ളതാണ്. തുടക്കത്തിൽ അവസാനം കളിക്കുന്നുണ്ട്. ഇന്നും കഴിഞ്ഞ കളി ഈജിപ്തിന്റെ കളിയിലും ഇന്നത്തെ കളിയിലും നമ്മൾ കാണുന്നത് കളി അവസാനിക്കുന്ന തൊട്ട് മുമ്പ് പിന്നെ എക്സ്ട്രാ ടൈമിലാണ് കൂടുതലായിട്ട് കളിക്കുന്നത്. നല്ല രീതിയിൽ വീട്ടിൽ പോകുന്ന തയ്യാറെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ നോക്കൗട്ട് സ്റ്റേജിലുള്ള പെർഫോമൻസ് സംഭവമാണ്. സെമി ഫൈനലിലേക്ക് വരുമ്പോൾ അർജന്റീന എങ്ങനെ കളിക്കുന്നത്, ഇപ്പോൾ ഇതാണ് ഒരു വിഷയം എന്ന് പറയുന്നത്. അമിതമായിട്ടുള്ള മെസ്സിയെ ആശ്രയിക്കുന്ന ഒരു പ്രവണത അർജന്റീനയെ സംബന്ധിച്ചുണ്ട്. സർവത്ര മെസ്സിയുമായാണ് നല്ലൊരു വിഷയമുണ്ട്. അപ്പോൾ പിന്നെ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഇംഗ്ലണ്ട് ഒരു പക്ഷേ എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് അവിടെ ഞാൻ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോഴും ആര് ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാന്ന് പറയുന്നത് എന്താ പറയാ, സാധ്യതകളുടെ ഒരു എന്താ പറയുക ഒരു സ്റ്റേജ് ആണെന്ന് മാത്രമേ പറയാനുള്ളൂ. അവിടെ ഞാൻ പറയുന്നത് എന്താ പറയാ, ഇപ്പോൾ ഫ്രാൻസ് ജയിക്കുന്നു നമ്മളൊരു ഹൃദയം കൊണ്ട് പറഞ്ഞല്ലോ, അനാലിസിസ് ഒക്കെ ഒഴിവാക്കി. അതുപോലെ ഒന്ന് പറയാൻ വേണ്ടി ഒരു കൺക്ലൂഷന് വേണ്ടി ചോദിക്കുന്നതേ ഉള്ളൂ. ഇപ്പം ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ നിലവിൽ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ഒരു നേരെ സാധ്യത ഇംഗ്ലണ്ട് വിജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് നമുക്ക് അങ്ങനെ ഇത് പറയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. കാരണം ഈ സെമി ഫൈനലൊക്കെ ആകുമ്പോൾ ടീമുകൾ എല്ലാം കൊടുത്തും സർവ്വം സമർപ്പിച്ച് കളിക്കും. അപ്പോൾ പിന്നെ നിങ്ങളെല്ലാം അങ്ങനെ പ്രവചിച്ചു, ഇപ്പം ഇങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞു വരണ്ട. അത് ഞാൻ നിർബന്ധിച്ചുകൊണ്ട് സാറിനെ കൊണ്ട് ഇങ്ങനെ പറയും. കാരണം ഇത് നമുക്ക് ബ്രെയിൻ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഇത് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം ടോപ്പ് 4 4 ടീമുകൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഏതായാലും നമുക്ക് കിടിലൻ സെമി ഫൈനലിലാണ് മുന്നിലേക്ക് വരുന്നത്. അതിനുശേഷം വീണ്ടും വിലയിരുത്തലുകളുമായിട്ട് കാണാം.